ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. ഇത് കുക്കിംഗ് പഠിച്ച് തുടങ്ങുന്ന പുതിയ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാമ്പാറാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 1-2 ടിപ്സൊക്കെ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ തുവര പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് പരിപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ഒരു ചെറിയ പീസ് കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഹാഫ് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പയർ, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് മുരിങ്ങക്ക. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇടാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. കുറച്ച് വെജിറ്റബിൾസ് ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാർ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതന്നെ എടുക്കണം എന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുക. അപ്പോൾ ഞാൻ ഈ പരിപ്പും അതുപോലെ ഈ വെജിറ്റബിൾസും ഒരുമിച്ചാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ അത്രയും വേവനുള്ളൂ ആ പരിപ്പിനുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ വേവിക്കുന്നത്. ഇനി പരിപ്പ് നല്ല വേവുള്ളതാണെങ്കിൽ സെപ്പറേറ്റ് വേവിക്കാം. അപ്പോൾ ഒരു 4 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർക്കാനുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതിപ്പോൾ ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെണ്ടക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാട്ടിയിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം നമ്മൾ സവാള എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, മുഴുവനായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഇനി വെണ്ടക്ക ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ എണ്ണയിൽ വാട്ടിയിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതിൽ ഉടഞ്ഞു പോവില്ല കേട്ടോ. ഈ വെണ്ടയ്ക്കൊന്നും അതിൽ ഉടഞ്ഞു പോവില്ല. അപ്പോൾ കറിക്കും നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ തക്കാളി നമ്മൾ കുക്കറിൽ വെജിറ്റബിൾസ് വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും നമ്മൾ ഇത് വഴറ്റുന്നതല്ലേ കരുതിയിട്ട് ഇതിലിട്ട് വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇതൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ തവിയൊന്നും ഇട്ടിട്ട് ഇളക്കാതിരുന്നാൽ മതി, ഇങ്ങനെ കുത്തി ഇളക്കാണ്ടിരുന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഉടഞ്ഞു പോകുന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ഈ മുരിങ്ങക്കൊക്കെ സെപ്പറേറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. മുരിങ്ങക്ക മാറ്റി വെച്ചാൽ മതി. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൗഡറാണ്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള സാമ്പാർ പൗഡറാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന റെഡിമെയ്ഡ് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഞാൻ റെഡിയാക്കി എടുത്ത സാമ്പാർ പൗഡർ ഉള്ളത് കാരണം അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. അത് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഇതിൽ സാമ്പാർ പൗഡറിൻ്റെ അളവ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ആ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ സാമ്പാർ പൗഡറിൽ ഞാൻ കായം ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു കായത്തിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് സാമ്പാർ പൗഡറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ കായപ്പൊടി ഉപയോഗിക്കുന്ന സമയത്ത് 1-2 ടീസ്പൂണൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞു ശർക്കര പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു പീസാണ് കേട്ടോ. നമ്മളെ ഇതിൻ്റെ എരിവും പുളിയും അതൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് ചേർക്കാറുണ്ട് പലരും, ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ സാമ്പാർ പൗഡർ ഇതുപോലെ ചേർത്തിട്ടൊന്ന് ഇതിലൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ, അതല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല കളറുമാണ് കേട്ടോ നമ്മുടെ കറിക്ക് കിട്ടുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കറി. അപ്പോൾ ശർക്കരയുടെ ഒരു കുഞ്ഞു പീസ് ചേർക്കുന്നതും ഇതുമാണ് കേട്ടോ ടിപ്പ്, ഇങ്ങനെ സാമ്പാർ പൗഡർ വറുത്ത് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഓപ്ഷണലാണ്. കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ സാമ്പാർ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്